ഇതോടെ പാതിവില തട്ടിപ്പിൽ പ്രതിപക്ഷ നേതാവ് നൽകിയ സബ്മിഷൻ പരിഗണനയ്ക്ക് വന്നില്ല. ഇതായുധമാക്കിയാണ് ഭരണപക്ഷം പ്രതിപക്ഷത്തെ നേരിട്ടത്. പ്രതിപക്ഷം വളരെ നേരത്തെ തന്നെ തയ്യാറാക്കി കൊണ്ടുവന്ന അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധം നടത്തിയത് ഉറപ്പാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഈ പ്രഖ്യാപനമെല്ലാം ഇന്നലെ തന്നെ തയ്യാറാക്കിയെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് കാണുന്നതല്ല. സഭാ കവാടത്തിലേക്ക് നീങ്ങിയ പ്രതിപക്ഷം പാതിവില തട്ടിപ്പിലെ ഭരണപക്ഷ ആരോപണം തള്ളി. എന്ത് വേണേലും അവർക്ക് പറയാലോ. ഞങ്ങൾ ഇന്ന് കാണിച്ച പ്ലക്കാർഡ് ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള പ്ലക്കാർഡാണ്. സർക്കാർ നീതി പാലിക്കുക, സ്പീക്കർ നീതി പാലിക്കുക, ഇതിനു മുമ്പ് പ്രതിപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കലൂർ സ്റ്റേഡിയത്തിലെ ഗിന്നസ് പരിപാടിക്കിടെ വീണ് പരിക്കേറ്റ ഉമ്മ തോമസ് 46 ദിവസങ്ങൾക്ക് ശേഷം ആശുപത്രി വിട്ടിരിക്കുകയാണ്. അവരിപ്പോൾ സംസാരിക്കുകയാണ്. അതിലേക്ക് പോയത് പോലും എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ വേദനകളൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. ഓർമ്മ വന്നതിന് ശേഷമാണ് ഞാൻ സത്യത്തിൽ അവിടെ നിൽക്കുമ്പോൾ മിഷേൽ ഡോക്ടർ അവിടെ വന്നിരിക്കുകയും ചുറ്റും കുറെ കാക്കി ഡ്രസ്സിട്ട ലേഡീസ് അത് നിൽക്കുകയും ചെയ്തപ്പോൾ സത്യത്തിൽ എന്റെ പോലീസ് സ്റ്റേഷനിൽ കുറെ കിടത്തിയിരിക്കുകയെന്നാണ് ഞാൻ എന്തിനാ പോലീസ് സ്റ്റേഷനിൽ കിടത്തിയെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയല്ല എന്നൊക്കെ പറയുകയും അന്ന് ഞാൻ എനിക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ അതിലേക്ക് കൂടി വന്നോളൂ യൂബി കൂടി
വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിനെ കുറിച്ചും ആശുപത്രിയിൽ ചെലവിട്ട ദിവസങ്ങളെ കുറിച്ചും ഒക്കെ പറയുകയായിരുന്നു ഉമാ തോമസ്. ഇടവേള.